പറഞ്ഞു വന്നത് നമ്മൾ ഈശ്വരാംശമാണ്. ഈ മണ്ണിൽ നിന്നും കുഴച്ചുണ്ടാക്കിയതല്ല നമ്മളെ. നമ്മൾ അവസാനം ഈ മണ്ണിലേക്ക് ചേരേണ്ടത്. അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അമൃതത്വത്തിന്റെ അരിമക്കിടാങ്ങളെ, നിങ്ങൾ അമൃതസാഗരത്തിൽ നിന്നും പൊട്ടിവീണ ഒരു കന്തളമാണ്, ഒരു ബിന്ദുവാണ്. അത് അനശ്വരമാണ് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം അനശ്വരമാണെന്നല്ല, ഇമ്മോർട്ടൽ ആണെന്നല്ല, എന്റെ ആത്മാവ്. നീ ഒരു വെറും പച്ചമണ്ണിൽ നിന്ന് ഉരുവായ ഒരു സാധനമല്ല. അതിനപ്പുറത്ത് അനാദിയായ ബ്രഹ്മത്തിന്റെ, അനാദിയായ ഈശ്വര ചൈതന്യത്തിന്റെ മഹാപ്രവാഹത്തിലെ അംശമാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ലെവൽ എന്താ? ഞാൻ മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവൻ ആരാ? ഈശ്വരനാണ്. ഞാൻ ഈശ്വരനാണ്. ഇത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു ഗണഗീതത്തിൽ നിന്ന് വരുന്ന സംഭവമാണ് ഇത്. അതെ, ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച ഓരോ ഗീതവും എടുത്ത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല. ഓരോ വാക്കിലും നമുക്ക് ഒരു ദിവസം വേണം ചർച്ച ചെയ്യാം. ഭാഗവതാചാര്യന്മാരൊക്കെ സപ്താഹമൊക്കെ നടത്തുന്നു, 7 ദിവസം കൊണ്ട് ചർച്ച ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരു ഗണഗീതം 7 ദിവസം ചർച്ച ചെയ്യാം. ചിന്മയാനന്ദ സ്വാമിജിയാണല്ലോ ഗീതാജ്ഞാന യജ്ഞം എന്ന് പറയുന്ന പരിപാടി ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഗീതാജ്ഞാന യജ്ഞം നടത്തുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഗണഗീതജ്ഞാന യജ്ഞം നടത്താം. നമ്മുടെ ബൗദ്ധിക വർഗീൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആധുനിക കാലത്ത് നമുക്കിനി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ, കാരണം നമുക്ക് ഇത്രയും ബൃഹത്തായ സാഹിത്യം ഉള്ള ഒരു പ്രസ്ഥാനവും വേറെയില്ല. ഗണഗീതം എന്ന് നമ്മൾ പറയുന്ന ദേശഭക്തി ഗാനങ്ങളോ അല്ലെങ്കിൽ ഇപ്പം മനുഷ്യനെ അവന്റെ സ്വഭാവ സവിശേഷതകളെ ഉയർന്ന പ്രതലത്തിലേക്ക് ഉയർത്തുന്ന, അതിനിടയ്ക്ക് അസഭ്യം തിരിയുന്ന പാട്ടല്ല, ഇന്നത്തെ നമ്മൾ ട്രെൻഡാണെന്ന് പറയുന്ന പാട്ടല്ല, ഇവിടെ മനുഷ്യനെ നവീകരിക്കുന്ന പാട്ടുകളാണ്. അത്തരം ഒരു സമ്പന്നമായ സാഹിത്യം നമുക്കുണ്ട്, സംഘത്തിനുണ്ട് എന്ന് സത്യത്തിൽ ഇന്നും പലർക്കും അറിയില്ല.